ഇന്ത്യൻ എയർസ്പേസിൽ ഫോർവേഡ് പൊസിഷനിൽ നിന്നിരുന്ന ഒരു സുഖോയ് 30 MKI ടീം ലീഡിന് അവർ കാത്തിരുന്ന നിർദ്ദേശമെത്തി. നിമിഷങ്ങൾക്കകം 100 കണക്കിന് കിലോ ഭാരമുള്ള ഒരു മിസൈൽ ബോഡിയിൽ നിന്ന് വേർപെടുമ്പോഴുള്ള കുലുക്കത്തിൽ വിമാനം എടുത്തെറിഞ്ഞ പോലെ മുകളിലേക്ക് പൊങ്ങി. ഫൈറ്റർ വിമാനത്തിന്റെ പൈലറ്റ് അത് ശ്രമപ്പെട്ട് നിയന്ത്രിച്ചു. വിമാനത്തിൽ നിന്ന് വേർപെട്ട് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന മിസൈൽ പൊടുന്നനെ വെളുത്ത പുക തുപ്പിക്കൊണ്ട് ജീവൻ വെച്ച് വെട്ടിത്തിരിഞ്ഞ് മുന്നോട്ട് കുതിച്ചു. നിമിഷങ്ങൾക്കകം പാക് എയർസ്പേസിൽ പ്രവേശിച്ച മിസൈൽ വേഗത കൂട്ടി ലക്ഷ്യത്തിലേക്ക് പാഞ്ഞെടുത്തു. പാക് റഡാറുകളും അവാക്സ് വിമാനത്തിലും ഇൻകമിംഗ് മിസൈൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. പക്ഷേ ഒരു ബ്രഹ്മോസ് മിസൈലിന്റെ എയർ ബ്രീത്തിങ് റാംജെറ്റ് എഞ്ചിൻ സൂപ്പർസോണിക് വേഗത കൈവരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പിന്നീടത് കണ്ടു നിൽക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗതയിൽ പാഞ്ഞുവരുന്ന അതിനെ തടുക്കാൻ നിലവിൽ ഒന്നിനും കഴിയുകയുമില്ല. മിനിറ്റുകൾക്കുള്ളിൽ നൂർഖാൻ എയർബേസിലേക്ക് പാഞ്ഞെത്തിയ ബ്രഹ്മോസ് ഇന്ത്യയുടെ നാവിക് സാറ്റലൈറ്റ് സിസ്റ്റം നൽകുന്ന ലൊക്കേഷൻ മാപ്പിങ്ങും അതിന്റെ മെമ്മറിയിലുള്ള എയർബേസിന്റെ ചിത്രവുമായി ഒത്തുനോക്കി. ഒരു സീൽക്കാര ശബ്ദത്തോടെ ടെർമിനൽ വെലോസിറ്റി കൈവരിച്ച ശേഷം ഫണം വിടർത്തിയ നാഗത്തെപ്പോലെ വായുവിൽ എസ് ആകൃതിയിൽ വളഞ്ഞു നൂർഖാൻ സെന്ററിന്റെ ചെറിയ എയർഹോളിലേക്ക് അസാമാന്യ വേഗതയിൽ ഇടിച്ചു കയറി. സ്ഫോടനം നടന്ന് സെക്കൻഡുകൾക്ക് ശേഷമാണ് ഇടിമുഴക്കം പോലെ മിസൈൽ വരുന്ന ശബ്ദം നൂർഖാൻ എയർബേസിൽ മുഴങ്ങിയത്. മാക് 3 വേഗതയിൽ ഒരു കോൺക്രീറ്റ് കൂടിനുള്ളിലേക്ക് തടസ്സമില്ലാതെ വന്നിടിച്ച മിസൈലിന്റെ കൈനറ്റിക് എനർജി ഒട്ടും പുറത്തേക്ക് പോയില്ല. മിസൈലിന്റെ ആ അതിതീവ്ര ശക്തിയിൽ കമാൻഡ് സെന്ററിലുള്ള ആളുകളും സിസ്റ്റങ്ങളും വായുവിലലിഞ്ഞ് ഇല്ലാതായി. മിസൈലിന്റെ വിസ്ഫോടനത്തിൽ കോൺക്രീറ്റ് ബോക്സ് നെടുക പിളർന്ന് ഭൂമിക്ക് മുകളിലേക്ക് പൊങ്ങി ഉയർന്ന് താഴേക്കു തന്നെ വീണു. ഒരു പക്ഷേ ഇത്രയും ദൂരത്ത് നിന്ന് ഇത്ര ചെറിയ ചതുരത്തിലൂടെ ഉള്ളിൽ കടന്ന് ലക്ഷ്യം ഭേദിച്ച് ഉന്നത മൂല്യമുള്ള ഒരു സൈനിക കേന്ദ്രം മിസൈൽ ഉപയോഗിച്ച് തകർത്തതിൽ ഇതൊരു ലോക റെക്കോർഡായേക്കാം. നിമിഷ നേരം കൊണ്ട് ആകാശത്തുള്ള പാക് യുദ്ധവിമാനങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായമായി. സാറ്റലൈറ്റ് ഫീഡും കമാൻഡ് സെന്ററുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട പാക് എയർഫോഴ്സിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഒന്നൊന്നായി ലാൻഡ് ചെയ്തു. മിനിറ്റുകൾക്കകം പാകിസ്ഥാന്റെ വ്യോമമേഖല ഒരു പ്രതിരോധവുമില്ലാത്ത അവസ്ഥയിലേക്കെത്തി. ഇനി സംഘർഷം തുടരുന്നത് അപകടമാണെന്ന് പാകിസ്ഥാന് മനസ്സിലായി. ഇന്ത്യയിലേക്ക് അയക്കുന്ന മിസൈലുകൾ പ്രതിരോധിക്കപ്പെടുമ്പോൾ തിരിച്ചുവരുന്ന ആക്രമണങ്ങൾ തടയാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ് പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ വെടിനിർത്തലിനായി ഇന്ത്യയുമായി ബന്ധപ്പെട്ടു. ആധുനിക യുദ്ധചരിത്രത്തിൽ അഭിമാനിക്കാൻ കഴിയുന്ന സുവർണ നീക്കമായി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ മാറുകയും ചെയ്തു.